ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോം ടെക് സൂര്യ ഡ്യൂട്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് ഇതുപോലത്തെ ഒരു പിക്ചർ അങ്ങനെ നമ്മുടെ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്തെടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അത് നമ്മളൊരു ഫോൺ വെച്ച് സിമ്പിളായിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്തെടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോം ടെക് സൂര്യ ഡ്യൂട്ട്. ഫസ്റ്റ് ഫോട്ടോ ഇതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു അടിപൊളി ഫോട്ടോ ഒന്ന് എടുത്ത് വെക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് കൈ വെച്ചാൽ മതി. ബട്ടർഫ്ലൈ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം. അപ്പോൾ ഞാൻ ഇതാണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഫോട്ടോയും കൂടി വേണം ബാക്ക്ഗ്രൗണ്ട് വെക്കാനായിട്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ബ്ലർ ചെയ്തിട്ടാണ് ആ ഫോട്ടോ കയറ്റാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെയുള്ളൊരു ഫോട്ടോയും കൂടി എടുത്ത് വെക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വർക്കിലോട്ട് നോക്കാം. നേരെ നമ്മുടെ പിക്സാർട്ടിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം. നേരെ പിക്സാർട്ടിലേക്ക് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത് പിക്സാർട്ടിൽ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ടൂൾസ് ഉണ്ടല്ലോ, ഈ ടൂൾസിൻ്റെ ഓപ്ഷൻ അടിയിൽ കാണും. സെക്കൻഡ് ആയിട്ട് ടൂൾസ് എന്നൊരു ഓപ്ഷൻ, ടൂൾസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബ്രൈറ്റ്നെസ് കുറച്ച് കൊടുക്കുക, ഫോട്ടോ ഒന്ന് ഡാർക്ക് ആക്കി കൊടുക്കുക. അവിടെ എന്താ ഒരു സൺലൈറ്റിൻ്റെ വെളിച്ചം വരുന്നത്, അവിടെ മാത്രം ഒന്ന് ലൈറ്റിങ് വന്നിട്ട് നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കുക, പ്രോബ്ലം ഇല്ല. കോൺട്രാക്റ്റ് ഒരു 62 ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇത്ര മതിയായിരിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ ഡാർക്ക് ആക്കാം. ഇനി ക്രോപ്പ് ചെയ്യണം. ജസ്റ്റ് അപ്പം ഇങ്ങനെ ക്രോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ ഒന്ന് അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ടിൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും. ടൂൾസ് എടുത്താൽ കാണാം ടിൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ ഈ ടിൽ ഷിഫ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിലായിരിക്കും വരിക. അപ്പോൾ അടിയിൽ നോക്കിയാൽ കാണാം റേഡിയൽ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ റേഡിയൽ പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ചെറുതാക്കുക. ഈ ആരോയിൽ പിടിച്ച് ചെറുതാക്കി എത്ര ചെറുതാവുള്ളൂ. എന്നിട്ട് 2 വിരൽ യൂസ് ചെയ്തിട്ട് ഒന്ന് ചെറുതാക്കി കൊടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ ചെറുതായിട്ടുണ്ട്. ഇനി അതൊരു സൈഡിൽ വയ്ക്കുക. ഇനി ഇവിടെ എമൗണ്ട് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അത് 50-ലായിരിക്കും കളിക്കുന്നുണ്ടാവുക. നമുക്ക് കൂട്ടി കുറക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനൊരു 22 ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്ലിക്ക് ചെയ്യാം. ലോഡിങ് ആവുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. ഇനി ആഡ് ഫോട്ടോയിൽ കൊടുത്തിട്ട് നേരത്തെ കാണിച്ച കൈ വെച്ചിട്ടുള്ള ഫോട്ടോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അപ്പോൾ ഈ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വലുതാക്കാം, വേണ്ട രീതിയിലൊന്ന് വെച്ച് കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനെ വെക്കുന്നത്. പടിയിൽ കട്ട് ഔട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷനിൽ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നെറ്റ് ഒന്ന് ഓണാക്കി കൊടുക്കണം. നെറ്റ് ഉണ്ട് വെച്ചാൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല വെച്ചാൽ നമ്മൾ എറേസ് ചെയ്തിട്ടായിരിക്കണം. അപ്പോൾ ഇതിൽ കൊടുത്ത അവിടെ ഔട്ട്ലൈൻ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും. അടിയിൽ ഔട്ട്ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ ചുറ്റുമുള്ള ഒരു ബോർഡ് ഇതുപോലെ ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക. അപ്പം നെറ്റ് ഓൺ ആണെങ്കിൽ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നോക്കിയോട്ടെ ഗൈസ്, ഇതുപോലെ കറക്റ്റ് നമ്മുടെ കൈ മുറിഞ്ഞു കിട്ടും. അപ്പം നമുക്ക് വേണ്ട ഇവിടെ മാത്രം ഒന്ന് എറേസ് ചെയ്താൽ മതി. ഇവിടെ ഒന്ന് എറേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വേണമെങ്കിൽ മാത്രം ഒന്ന് എറേസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഫോട്ടോ കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് സേവിൽ കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫോട്ടോ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇപ്പോഴും ഒരു ഷാർപ്പ്നെസ്സിൻ്റെ കുറവുണ്ട് സൈഡിലായിട്ട് ഈ ഫോട്ടോൻ്റെ. അപ്പോൾ ഈ എറേസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സൂം ചെയ്താൽ കാണാം ഗൈസ്. അപ്പോൾ എറേസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നൈസിൽ ഒന്ന് എറേസ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അപ്പോൾ ഇതുപോലെ ഒന്ന് എറേസ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു മാപ്പിൻ്റെ ഒരു എഡിറ്റിങ് വരുന്ന പോലെ.
അപ്പോൾ ആ വീഡിയോയ്ക്ക് നമുക്ക് കോപ്പിറൈറ്റ് അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആ വീഡിയോ ഞാൻ റിമൂവ് ചെയ്യണതായിരിക്കും. റിമൂവ് ചെയ്തിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ റീ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കാണും. ഞാൻ റിമൂവ് ചെയ്യുന്നതായിരിക്കും അത്. അതിന് കോപ്പിറൈറ്റ് അടിച്ചിട്ടുണ്ട്. യെസ്, ഇവിടെ ചെറുതായിട്ടൊന്നാണ് മായ്ക്കാനുള്ളത്. അപ്പോൾ സൈസ് ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമുക്ക് മാച്ച് കൊടുക്കാം. യെസ്, അത് മാറ്റണ്ടെന്നാണ് തോന്നുന്നത്. റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ആക്കാനുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ഫോട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഫോട്ടോനെ ഇത്തിരി ഒന്ന് ഡാർക്ക് ആക്കി എടുക്കാം. ബ്രൈറ്റ്നെസ് ഒന്ന് കുറച്ചത് ഡാർക്ക് ആകുന്നതായിരിക്കും. ഓക്കെ, ഡാർക്ക് ആയിട്ടുണ്ട്. ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് വെക്കുക ഗൈസ്. അപ്പോൾ ഇവിടെ മേലെ ഒരു ഓപ്ഷൻ കാണും. ഇവിടെ രണ്ട് പേജ് നമ്മുടെ എറൈസിൻ്റെ തൊട്ട് ലെഫ്റ്റിലായിട്ട് ഒരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ മൂവ് അപ്പ്, മൂവ് ഡൗൺ, ഡ്യൂപ്ലിക്കേറ്റ് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും. നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒരു ഓപ്ഷനും കൂടി കിട്ടും. നമുക്ക് ഇതുപോലെ ഒന്നും കൂടി കിട്ടും. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ മെയിൻ ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോ ഇത്തിരിയും കൂടി ഒന്ന് ഡാർക്ക് ആക്കി കൊടുക്കാം. ഇത് മതി ഗൈസ്. ഇനി ടിക്കിൽ കൊടുത്തിട്ട് അടുത്ത ഫോട്ടോ കൊണ്ടുവന്ന് നമ്മുടെ മെയിൻ ഫോട്ടോയുടെ അടുത്തായിട്ട് വെച്ച് കൊടുക്കാം. രണ്ടൊന്ന് ഒപ്പാക്കി കൊടുക്കാം. ഇവിടെ ഒപ്പാസിറ്റി കുറച്ച് നോക്കി അറിയാം ഫോട്ടോ കറക്റ്റാണോ എന്ന്. അപ്പോൾ ഇവിടെ കറക്റ്റാണ്. ഇനി ഈ ഫോട്ടോ അടിയിൽ അഡ്ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണും. അഡ്ജസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ബ്രൈറ്റ്നെസ് കൂട്ടി കൊടുക്കുക. പിന്നെ ടെമ്പറേച്ചർ ഒന്ന് കൂട്ടി കൊടുക്കുക. ഷാഡോ കൂട്ടി കൊടുക്കുക. ഹൈലൈറ്റ് ഒരു 24 ഇട്ട് കൊടുക്കുക. ഹ്യൂ പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണും. അതൊരു 17 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു വര പോലുള്ളൊരു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് എറൈസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഷെയ്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളിക്കുക. ഫുള്ള് റിമൂവ് ചെയ്ത് വിടുക. അപ്പോൾ ഫോട്ടോ ഇതങ്ങനെ ഉണ്ടാവും. എന്നിട്ട് റീസ്റ്റോറിൽ കൊടുത്തിട്ട് നമ്മുടെ എവിടെയാണ് ആ ഒരു തിളക്കം വേണ്ടത് അവിടെ ഒന്ന് കൊടുക്കാം. അപ്പോൾ ഹാർഡ്നെസ് കുറച്ച് കൊടുക്കുക. എന്നിട്ട് സൈസ് ഒന്ന് കൂട്ടിയിട്ട് കണ്ട ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ ആക്കിയാൽ മതി. നമ്മുടെ ചിത്രശലഭം തിളങ്ങണ അതിൻ്റെ ഒരു ഇത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കിയത്. ഇനി നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റിൽ പോയിട്ട് ഒന്നും കൂടി ഒന്ന് കൂട്ടി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്ര മതിയായിരിക്കും. ഇനി ബട്ടർഫ്ലൈയുടെ ഫോട്ടോ നമ്മുടെ ഈ സ്റ്റിക്കർ പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ യെല്ലോ ബട്ടർഫ്ലൈ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറേ ബട്ടർഫ്ലൈ വരും. അപ്പോൾ ഇതിൽ വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിതാണ് സെലക്ട് ചെയ്യുന്നത്. ഞാനത് സെലക്ട് ചെയ്തു, ഡൗൺലോഡ് ചെയ്തു. ഇനി നമ്മുടെ കൈയുടെ കറക്റ്റായിട്ടൊന്ന് കൊണ്ടുവന്ന് വയ്ക്കാം. ജസ്റ്റ് അപ്പോൾ ഈ പൂമ്പാറ്റനെ കറക്റ്റായിട്ടൊന്ന് വയ്ക്കുക. അപ്പോൾ വീഡിയോ എന്ത് കട്ടായി എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത ഈ ഫോട്ടോ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് അങ്ങനെ ആയത്. ഇത് കറക്റ്റായിട്ട് വയ്ക്കുക.
feel like I'm floating through the ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ബൈ ഗൈസ്. അങ്ങനെ അങ്ങ് പോയാലോ? ഇനി പോവല്ലോ.